ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബയ്യിന ആയത്ത് നമ്പർ 8, വിവരണം 2. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ذلك لمن خشي ربه. അവരുടെ നാഥന്റെ അടുത്ത് അവർക്കുള്ള പ്രതിഫലം സ്ഥിരവാസത്തിന്റെ സ്വർഗീയാരാമങ്ങളാണ്. അവയുടെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. അവയിൽ എക്കാലവും സ്ഥിരവാസികളായ നിലയിലായിരിക്കും. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവനെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. തന്റെ നാഥനെ ഭയപ്പെട്ടവനുള്ളതാണ് അത്. ഈ ആയത്തിന്റെ ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ എന്ന ഭാഗമാണ് നമ്മൾ അതിന്റെ അർത്ഥമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ. അതുവരെയുള്ള ഭാഗം നമുക്ക് നോക്കാം. തജ്രി മിൻ തഹ്തിഹ, അവയുടെ താഴ്ഭാഗത്തൂടെ ഒഴുകുന്നു. തജ്രി മിൻ തഹ്തിഹ, അവയുടെ, അതായത് ആ ജന്നാത്ത് അല്ലെ, സ്വർഗീയാരാമങ്ങൾ, ആ തോട്ടങ്ങൾ, ആ സ്വർഗങ്ങൾ, ആ സ്വർഗീയാരാമങ്ങളുടെ താഴ്ഭാഗത്തൂടെ ഒഴുകുന്നു അൽ അൻഹാർ, നദികൾ, ആറുകൾ. ഖാലിദീന ഫീഹ, അവയിൽ സ്ഥിരവാസികളായ നിലയിൽ. അബദൻ, എക്കാലവും, എപ്പോഴും. തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ അബദ എന്ന് പറയുമ്പോൾ അർത്ഥം അവയുടെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും, അവയിൽ എക്കാലവും സ്ഥിരവാസികളായ നിലയിലായിരിക്കും അവര്. അപ്പൊ ഖൈറുൽ ബരിയക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ചാണ് വിവരിച്ചു വരുന്നത്. ജറ യജ്രി ജറിയൻ. ജറ, തജ്രി എന്നത് മുദാരിഅ ഫിഅലാണ്, മുഅന്നസാണ്. ജറ എന്നതാണ് മാളി. യജ്രി അതിന്റെ മുദാരി ജറിയൻ. ജറ എന്ന് പറഞ്ഞാൽ ഒഴുകുക, വെള്ളം ഒഴുകി. ജറ യജ്രി, ഒഴുകുന്നു. ജറിയൻ, ഒഴുക്ക്. യജ്രി എന്നതിന്റെ മുഅന്നസ് തജ്രി. മിൻ തഹ്ത്, തഹ്ത് പറഞ്ഞ താഴ്ഭാഗം, കീഴ്ഭാഗം, അടിഭാഗം, ഇതിനാണ് തഹ്ത്ത് എന്ന് പറയാം. 6 ദിക്കുകളെ സൂചിപ്പിക്കുന്ന അറബി പദങ്ങൾ. ഒന്ന് ഫൗക്ക്, മുകളിൽ. തഹ്ത്ത്, താഴെ. യമീന്, വലതുഭാഗം. ഷിമാല്, ഇടതുഭാഗം. അമാമ്, മുൻഭാഗം. വറാ, പിൻഭാഗം. ഫൗക്ക്, തഹ്ത്ത്, യമീന്, ഷിമാല്, അമാമ്, വറാ. ഇങ്ങനെ 6 ദിശകളെ, 6 ഭാഗങ്ങളെ, 6 ദിക്കുകളെ സൂചിപ്പിക്കുന്ന മുകൾ ഭാഗം, താഴ്ഭാഗം, വലതുഭാഗം, ഇടതുഭാഗം, മുൻഭാഗം, പിൻഭാഗം. ഒന്നുകൂടി ആവർത്തിക്കാം. ഫൗക്ക്, തഹ്ത്ത്, യമീന്, ഷിമാല്, അമാമ്, വറാ. ഇവിടെ തഹ്ത്താണ് വന്നിട്ടുള്ളത്. മിൻ തഹ്തിഹ, അവയുടെ. ഹ എന്നുള്ളത് നമീറാണ്. ഈ ഹ സൂചിപ്പിക്കുന്നത് ജന്നാത്ത്, സ്വർഗീയാരാമങ്ങൾ. ഈ ഹ മടങ്ങുന്നത്, ഈ ഹ സൂചിപ്പിക്കുന്നത് ജന്നാത്തിനെയാണ്. അതുകൊണ്ടാണ് അവയുടെ താഴ്ഭാഗത്തൂടെ. അവയുടെ താഴ്ഭാഗത്തൂടെ എന്ന് പറഞ്ഞാൽ ഈ അവയുടെ എന്നുള്ളത് ഉദ്ദേശം എന്താണ്? ജന്നാത്ത്. മിൻ തഹ്തിഹ എന്ന് പറഞ്ഞാൽ മിൻ തഹ്തി ജന്നാത്തിൻ എന്നാണ്. മിൻ തഹ്തിഹ, അവയുടെ താഴ്ഭാഗത്തൂടെ ഒഴുകുന്നു. എന്തൊഴുകുന്നു? അൽ അൻഹാർ, നദികള്, ആറുകള് അല്ലെ. നെഹ്ർ എന്നതിന്റെ ബഹുവചനമാണ് അൻഹാർ. നെഹ്ർ, അൻഹാർ, നദി, പുഴ, ആറ്, ഇതൊക്കെയാണ് നെഹ്ർ എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിന്റെ ബഹുവചനമാണ് അൻഹാർ. ഖാലിദീന ഫീഹ, ആ സ്വർഗത്തിൽ, അതിൽ, അവയിൽ. ഫീഹ എന്ന അവയിൽ സ്ഥിരവാസികളായ നിലക്ക്, സ്ഥിരവാസികളായ നിലയിൽ. അബദൻ, എപ്പോഴും, എക്കാലവും. അബദൻ, എപ്പോഴും, എക്കാലവും. ഖാലിദീന ഫീഹ അബദ, അവയിൽ എപ്പോഴും, എക്കാലവും.
തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ അബദ. ഖാലിദീന ഫീഹ എന്നുള്ളത് നേരത്തെ ആയത്തിലും വന്നിട്ടുണ്ട്. അവയുടെ താഴ്ഭാഗത്തൂടെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും, അവയിൽ അവർ എക്കാലവും സ്ഥിരവാസികളായ നിലയിലായിരിക്കും. ഖാലിദീന ഫീഹ അബദ എന്ന പ്രയോഗം, ഈ വാക്യം ഖുർആനിൽ 11 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. ഖാലിദീന ഫീഹ അബദ, ഇത് മുഴുവനായിട്ടും കേട്ടോ. ഖാലിദീന ഫീഹ എന്ന് മാത്രമല്ല, ഖാലിദീന ഫീഹ അബദ എന്ന്. അതിൽ സ്വർഗവാസികളെ സൂചിപ്പിക്കുവാൻ ഖുർആനിൽ 8 സ്ഥലങ്ങളിലാണ് ഈ ഖാലിദീന ഫീഹ അബദ എന്ന ഈ സെന്റൻസ് വന്നിട്ടുള്ളത്. 3 സ്ഥലങ്ങളിൽ അഹ്ലുന്നാർ നരകാവകാശികളെ പറയുന്നിടത്താണ് ഇത് പ്രയോഗിച്ചിട്ടുള്ളത്. അഹ്ലുൽ ജന്നക്ക് 8 പ്രാവശ്യവും അഹ്ലുന്നാറിനെ സൂചിപ്പിക്കാൻ 3 പ്രാവശ്യവും ഖുർആനിൽ ഇത് വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ആ ആയത്ത് നമ്പർ ഞാൻ പറയാം. 1 സൂറത്തുൽ നിസായിലെ 57-ാമത്തെ ആയത്ത്, സൂറത്തുൽ നിസായിലെ 122-ാമത്തെ ആയത്ത്, സൂറത്തുൽ മായിദയിലെ 119-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയിലെ 22-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയിലെ തന്നെ 100-ാമത്തെ ആയത്ത്, സൂറത്തു തഗാബുനിലെ 9-ാമത്തെ ആയത്ത്, സൂറത്തു ത്വലാഖിലെ 11-ാമത്തെ ആയത്ത്, ഇപ്പോൾ ഇവിടെ സൂറത്തുൽ ബയ്യിനയിലെ 8-ാമത്തെ ആയത്ത്. ഇങ്ങനെ 8 സ്ഥലങ്ങളിൽ അഹ്ലുൽ ജന്ന സ്വർഗാവകാശികളുമായി ബന്ധപ്പെടുത്തി ഖാലിദീന ഫീഹ അബദ, അവരതിൽ എന്നെന്നും എക്കാലവും വസിക്കുന്നവരായ നിലയിൽ എന്ന ഈ പ്രയോഗം വന്നിട്ടുണ്ട്. അഹ്ലുന്നാറിനെ നരകാവകാശികളെ സൂചിപ്പിക്കുന്നിടത്ത് പറഞ്ഞിട്ടുള്ളത് 3 സ്ഥലങ്ങളിലാണ്. അതിലൊന്ന് സൂറത്തുൽ നിസായിലെ 169-ാമത്തെ ആയത്ത്, സൂറത്തുൽ അഹ്സാബിലെ 65-ാമത്തെ ആയത്ത്, സൂറത്തുൽ ജിന്നിലെ 23-ാമത്തെ ആയത്ത്. അപ്പൊ നരകാവകാശികളെ സംബന്ധിച്ചും സ്വർഗാവകാശികളെ സംബന്ധിച്ചും പറയുന്നിടത്ത് ഖാലിദീന ഫീഹ അബദ എന്ന ഈ പ്രയോഗം വന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഞാനിത് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിന്റെ അഹ്ലുകാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.